ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്തിന് തരപ്പെട്ടവൻ അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. എന്താണ് ഇബാദത്ത്? അത് മനസ്സിലായെങ്കിലല്ലേ ഈ വിഷയം മനസ്സിലാവുകയുള്ളൂ. അതിനെപ്പറ്റി അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അദ്ദുആഉ ഹുവൽ ഇബാദ എന്നും അദ്ദുആഉ മുഹുൽ ഇബാദ എന്നും രണ്ട് വചനങ്ങൾ. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന തന്നെയാണ് ഇബാദത്ത്. എന്താ അത്? മനുഷ്യന് അവന്റെ സ്വന്തം നിലക്കോ അവന്റെ മറ്റ് സ്നേഹിതന്മാരുടെയും കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും സഹായത്തോടു കൂടിയോ നിറവേറ്റാൻ കഴിയാത്ത വിഷയങ്ങൾ വരുമ്പോൾ മനസ്സിൽ നിന്നുള്ള ഒരു ആശ, ഭയഭക്തിയുടെ അടിസ്ഥാനത്തിൽ അപേക്ഷ സമർപ്പിക്കലുണ്ടല്ലോ, അതാണ് പ്രാർത്ഥന. അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് നാം തേടുമ്പോൾ അത് അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലും അള്ളാഹു ഈ സംഗതി അറിയും കേൾക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലും ഉത്തമ വിശ്വാസത്തോടു കൂടിയും വിനയപൂർവവും ഉള്ള ഒരു അപേക്ഷയാണത്. അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്നുള്ള കാര്യമുണ്ടല്ലോ, മനുഷ്യ സഹജമായ വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാർത്ഥന. എന്താ വികാരം? നമുക്ക് ഈ കാര്യം നിറവേറ്റാൻ കഴിയുകയില്ല എന്ന് വരുമ്പോൾ പിന്നെ അതിന് കഴിവുള്ളവനോട് അപേക്ഷിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. നമ്മളുടെ വീട്ടിന്റെ മുറ്റത്ത് ഉള്ള ഒരു തെങ്ങ് കാറ്റിൽ ഇങ്ങനെ വീട്ടിന്റെ നേരെ ചാഞ്ഞു വരുമ്പോൾ നമ്മളുടെ മനസ്സിൽ തോന്നൂല അതിനെ തടുക്കാൻ എനിക്ക് കഴിവില്ല എന്നുള്ള ബോധം നിമിത്തം അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് തേടുന്നില്ലേ മനുഷ്യർ? അത് സ്വാഭാവികമാണ്. അത് അള്ളാഹുവിനോട് തന്നെ തേടണം, വേറെ ആരോടും തേടിക്കൂടാ എന്നാണ് ഇവിടെ പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പൊരുൾ അതാകുന്നു. പ്രാർത്ഥന മനുഷ്യ സഹജമായ ഒരു വാസനയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമാണ് ഈ പ്രാർത്ഥന എന്നുള്ളത്. അത് അള്ളാഹുവിനോടേ ആകാവൂ, വേറെ ആരോടും ആയിക്കൂടാ എന്നുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പൊരുൾ. മനുഷ്യർ പലരോടും പ്രാർത്ഥിക്കുന്നു, അതൊന്നും പാടില്ല എന്നാണ് ഈ വാചകം മുഖേന അള്ളാഹു മനുഷ്യരെ ഉണർത്തിയത്, അമ്പിയാക്കന്മാർ മാതൃക കാണിച്ചത്.